ഈ ക്രൂസിലാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഇത് ഫേമസ് ആയിട്ടുള്ള വിർജിൻ ക്രൂസ് എന്ന് പറയും. ഒത്തിരി പേർക്ക് അറിയായിരിക്കും. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഈ ഒരു ബോട്ടിലെ എക്സ്പീരിയൻസ് നമ്മൾ ആക്ച്വലി വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്യുന്നത് പോലെ ഇവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. റൂം എന്ന് പറയുന്നത് ലക്ഷൂറിയസ് ആയിട്ടൊരു 5 സ്റ്റാർ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലിലെത്തിയ ഒരു ഫീല് നമുക്ക് വരും. ഇതിൽ ബാൽക്കണി ഉള്ള റൂംസ് അവൈലബിൾ ആണ്, ബാൽക്കണി ഇല്ലാത്ത റൂംസ് അവൈലബിൾ ആണ്. എക്സ്ട്രാ പേ ചെയ്യണം ബാൽക്കണിക്ക്. പിന്നെ നൈറ്റ് വ്യൂ അമേസിങ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യൂ ആണ് ഇവിടുത്തെ സൺറൈസ്. ഇത് എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ഈ സൺറൈസ്. കാരണം നമ്മൾ ഒത്തിരി നേരം അത് നോക്കി നിന്ന് പോവും, സമയം പോകുന്നത് അറിയത്തില്ല. അതുപോലെ എടുത്തു പറയേണ്ടതാണ് വെദർ ആക്ച്വലി സപ്പോർട്ടീവ് ആണ് എന്ന് തന്നെ പറയാം. സപ്പോർട്ടീവ് ആയിരുന്നു ത്രൂ ഔട്ട് ദ ജേർണി. സോ ഈ സൺറൈസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് അവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാം. ഫുഡ് എന്ന് പറയുമ്പോൾ മെക്സിക്കൻ ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, ചൈനീസ്, അങ്ങനെ ഒത്തിരി വെറൈറ്റി ഓഫ് ഫുഡ് നമുക്ക് കിട്ടും. ഒത്തിരി പേര് ഈ ഫുഡ് ട്രൈ ചെയ്യാൻ മാത്രം ഈ ക്രൂസ് ജേർണി എക്സ്പീരിയൻസ് ചെയ്യാൻ വരാറുണ്ട്. ബിക്കോസ് അത്ര വെറൈറ്റി ഓഫ് ഡെസേർട്ടും ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ സൺറൈസൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പോൾ നല്ല മ്യൂസിക്കൊക്കെ കേട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഫുഡിൻ്റെ വീഡിയോസ് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ബട്ട് നെക്സ്റ്റ് ടൈം ഞങ്ങൾ പോവുകയാണെങ്കിൽ ആ ഫുഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ജമൈക്കയിൽ പിന്നെ ഗ്രാൻഡ് കൈമാനിലൊക്കെ വരുമ്പോൾ അവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ആ വീഡിയോയിൽ കാണാം. പിന്നെ വൈറ്റമിൻ ഡി കിട്ടാനും ബോഡി ടാൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒത്തിരി പേര് ഈ ക്രൂസ് ജേർണി ജോയിൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് പല ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഈ ക്രൂസ് എന്ന് പറയുന്നത്. സോ സാധാരണ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യും, അവിടെ റെസ്റ്റ് എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോട്ടൽ നമുക്കൊപ്പം സഞ്ചരിക്കുന്നു. അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഡിഫറൻസ്. പിന്നെ നമ്മൾ കപ്പൽ ഇപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റാനിക് ഉണ്ടല്ലോ, അത് തന്നെയാണ്. പിന്നെ ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു നോൺ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇവിടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു സമാധാനം കിട്ടാൻ വരുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നമുക്ക് കാണാം. ഈ ട്രിപ്പ് ഒരു പാക്കേജായിട്ടാണ് വരുന്നത്, 7 ഡേ പാക്കേജ് അങ്ങനെ. പിന്നെ നമ്മൾ ഐലൻഡിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഓരോ നൈറ്റ് ഫുള്ള് ഇത് മൂവ് ചെയ്യും. പിന്നെ ഡേ നമ്മൾ ഓരോ ഐലൻഡിലെത്തും. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ജമൈക്കയാണ്. ക്രൂസിൽ നിന്ന് ഇറങ്ങി നേരെ ഇതുപോലത്തെ ഒരു ട്രാൻസിറ്റ് ഉണ്ട്. അതിൽ കയറി നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ ജമൈക്കയിൽ നമ്മുടെ വാട്ടർഫോൾസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവും. പിന്നെ അവിടെ ജമൈക്കയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് 6 o'clock വരെ സമയമുണ്ട്. ആ സമയത്തിൽ നമ്മൾ ഈ ഗ്രൂപ്പായിട്ട് വന്നവർ ഒന്നിച്ച് നിൽക്കണം അങ്ങനെയൊന്നുമില്ല. ചിലർക്ക് വേണമെങ്കിൽ ഷോപ്പിങ്ങിന് പോവാം, ചിലർക്ക് വേണമെങ്കിൽ വാട്ടർ ആക്ടിവിറ്റീസിൽ പോവാം, അല്ലെങ്കിൽ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. ഊബർ പിടിച്ചിട്ട് ആ ഒരു ലൊക്കാലിറ്റി കാണണമെങ്കിൽ അങ്ങനെ, ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അങ്ങനെ. അത് നമ്മുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്താലും നമ്മൾ 6 മണിയാകുമ്പോൾ തിരിച്ച് വരണം, ഇല്ലെങ്കിൽ ക്രൂസ് അതിൻ്റെ പാട്ടിന് പോവും, നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ നമ്മൾ ഈ ബസ്സിൽ പോകുമ്പോൾ ഗൈഡ് നമുക്ക് പറഞ്ഞു തരും അവിടുത്തെ സ്പെഷ്യാലിറ്റി, അവിടുത്തെ ഹിസ്റ്ററി, എന്താ ടൂറിസ്റ്റ് അട്രാക്ഷൻ, അതൊക്കെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ജമൈക്ക ഐലൻഡാണ്. അവിടുത്തെ ആക്ടിവിറ്റീസ് എന്താ, അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ, ഞങ്ങൾ എന്തൊക്കെ കണ്ടു, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വിശദമായിട്ട് കാണാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അതായിരുന്നു നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ. ക്രൂസ് ജേർണി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ചെയ്തതാണ്. നമ്മൾ ആക്ച്വൽ ഐലൻഡിലേക്ക് പോകുന്ന വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡിൽ. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.